പ്രധാനമന്ത്രിജി, അപ്പോൾ നമുക്ക് സംശയത്തിനിടയില്ലാതെ ഇങ്ങനെ പറയാം, 20-ാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മഹാത്മാഗാന്ധിയായിരുന്നു. അതേസമയം തന്നെ താങ്കളാണ് 21-ാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയും. പക്ഷേ 2 നൂറ്റാണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. താങ്കൾ 21-ാം നൂറ്റാണ്ടിലെ ഈ ജിയോ പൊളിറ്റിക്സ് ഗെയിമിലെ മാസ്റ്ററാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ലോകത്തിലെ സൂപ്പർ പവർ രാജ്യങ്ങളോട് പോലും നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഭാരതത്തെ കൊണ്ടുവന്നെത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ലോക നേതാക്കൾക്കെല്ലാം താങ്കളോട് വലിയ സ്നേഹമാണ്. അതേസമയം തന്നെ താങ്കൾ ശക്തനുമാണ്. എങ്ങനെയാണ് താങ്കൾ ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്? നോക്കൂ, ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്, എന്നെയും ഗാന്ധിജിയും തമ്മിൽ താരതമ്യപ്പെടുത്തി സംസാരിച്ചത് ശരിയായ കാര്യമേ അല്ല. മഹാത്മാഗാന്ധി കേവലം 20-ാം നൂറ്റാണ്ടിൻ്റെ മാത്രം മഹത്തായ വ്യക്തിയല്ല. 21-ാം നൂറ്റാണ്ടിലും 22-ാം നൂറ്റാണ്ടിലും എല്ലാ കാലത്തും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഭാവമുള്ള വ്യക്തിയായി മഹാത്മാഗാന്ധി എന്നും തുടരുക തന്നെ ചെയ്യും. ഇന്നും അദ്ദേഹത്തിന് ജനമനസ്സിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട്, സ്വാധീനമുണ്ട്. പക്ഷേ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, എനിക്ക് ജനങ്ങൾ അവരെ സേവിക്കാൻ ഒരവസരം നൽകിയെന്ന് മാത്രമാണ്. എന്നേക്കാൾ എത്രയോ വലുതാണ് എൻ്റെ രാജ്യവും എൻ്റെ രാജ്യത്തെ ജനങ്ങളും. എൻ്റെ രാജ്യത്തിൻ്റെ വലിപ്പവും പ്രാധാന്യവും വെച്ച് നോക്കുമ്പോൾ വ്യക്തികൾക്ക് അവിടെ യാതൊരു വിലയുമില്ല. എനിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഭാരതത്തിലെ 140 കോടി ജനങ്ങളുടെ ശക്തിയാണ്. ആയിരക്കണക്കിന് വർഷമായി ഭാരതം തുടർന്നു പോരുന്ന ആ പാരമ്പര്യത്തിൻ്റെ ശക്തിയാണ്. അതാണ് എൻ്റെ ധൈര്യം. അതുകൊണ്ട് തന്നെ ലോകത്തെവിടെ പോയാലും മോദിയായിട്ടല്ല ഞാൻ പോകുന്നത്. ലോകത്ത് ഏത് നേതാവിനെ കണ്ടാലും ആരോട് സംസാരിച്ചാലും അവർക്ക് നേരെ ഞാൻ ഷെയ്ക്ക് ഹാൻഡിനായി കൈകൾ നീട്ടുമ്പോഴും മോദി എന്ന നിലയിലല്ല. 140 കോടി ഭാരതീയരുടെ ശക്തി എനിക്ക് പിന്നിലുണ്ട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഭാരതം എന്ന സംസ്കാരം, ആ ശക്തി എൻ്റെ പിന്നിലുണ്ട് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഞാൻ അവർക്ക് നേരെ കൈനീട്ടുന്നത്. ശക്തിയും കഴിവും മോദിയുടേതല്ല. ശക്തിയും കഴിവും ഭാരതത്തിൻ്റെതാണ്, ഭാരതീയരുടേത് തന്നെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2013-ൽ എൻ്റെ പാർട്ടി എന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചതിന് ശേഷം ഇതിനെതിരെ ഉണ്ടായ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത്, മോദി ഒരു സംസ്ഥാനത്തെ മാത്രം നേതാവാണ്. മോദിക്ക് എങ്ങനെയാണ് ലോകകാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത്, ലോക നേതാക്കളുമായി ചർച്ച നടത്താൻ കഴിയുന്നത്? ഭാരതത്തിൻ്റെ കാര്യം ഒരു സംസ്ഥാനം മാത്രം ഭരിച്ച് പരിചയമുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നതായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും ഇതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ അവരോട് പറഞ്ഞത് എങ്ങനെയാണ്, വെറും ഒരു ഇൻ്റർവ്യൂവിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യവുമില്ല എന്നാണ്. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ പറയാം, ഭാരതം ലോകത്തെ ഏത് രാജ്യ നേതാക്കളോട് സംസാരിച്ചാലും അവരോട് കണ്ണുകൾ താഴ്ത്തി തലകുനിച്ചും സംസാരിക്കുകയില്ല, അനാവശ്യ രീതിയിൽ തല ഉയർത്തിയും സംസാരിക്കില്ല. എന്നാൽ ഏത് രാജ്യത്തോടും ഏത് ലോക നേതാക്കളോടും നേർക്ക് നേരെ നിന്ന് കണ്ണിൽ നോക്കി ഭാരതത്തിന് വേണ്ടി സംസാരിക്കുമെന്നാണ്. 2013-ൽ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ വാക്കുകളാണിത്. ഇന്നും അതേ രീതി തന്നെയാണ് ഞാൻ പിന്തുടരുന്നത്. എനിക്ക് എൻ്റെ രാജ്യമാണ് ഏറ്റവും വലുത്. ഏതെങ്കിലും ഒരു രാജ്യ നേതാവിനെ താഴ്ത്തിക്കെട്ടാനോ ചീത്ത പറയാനോ മോശമാക്കാനോ ഞാൻ തയ്യാറല്ല. ഇത് ഞങ്ങളുടെ സംസ്കാരവുമല്ല, ഞങ്ങളുടെ രീതിയുമല്ല. ഞങ്ങൾ ഭാരതം എപ്പോഴും ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ എല്ലാ ആളുകളുടെയും പുരോഗതി എന്നതാണ്. ഭാരതം എപ്പോഴും ലോകത്തിലെല്ലാവരും നന്നായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ എല്ലാവരുടെയും സുഹൃത്തായിരിക്കണം എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വസുദൈവ കുടുംബകം എന്ന ചിന്താഗതിയുള്ള രാജ്യമാണ് ഭാരതം. ഈ ഭൂമി മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഐശ്വര്യത്തോടെ, സമാധാനത്തോടെ, ശാന്തിയോടെയും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുകയും ദിവസവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ നാടാണ് ഭാരതം. അതുകൊണ്ട് തന്നെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പരിസ്ഥിതിയുടെ മീറ്റിംഗിലാണെങ്കിലും സോളാർ അലയൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഭാരതത്തിൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത്. ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളുടെയും പുരോഗതിക്കും ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. കോവിഡ്-19 കാലഘട്ടത്തിൽ ഭാരതത്തിൽ G20 സമ്മിറ്റ് നടന്നപ്പോൾ ലോകത്തിലെ എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 1 എർത്ത്, 1 ഫാമിലി, 1 ഫ്യൂച്ചർ. ഇതായിരുന്നു ഞങ്ങളുടെ മന്ത്രം. കാലഘട്ടത്തിനനുസരിച്ച് റിന്യൂവബിൾ എനർജിയുടെ നിലനിൽപ്പിന് വേണ്ടി ഭാരതം രൂപീകരിച്ചതാണ് സോളാർ അലയൻസ്
സോളാർ അലയൻസിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്നത് വൺ സൺ വൺ ഗ്രിഡ് വൺ വേൾഡ് എന്നായിരുന്നു. ഗ്ലോബൽ ഹെൽത്തിന്റെ കാര്യത്തിൽ ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് വൺ എർത്ത് വൺ ഹെൽത്ത് എന്നായിരുന്നു. വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് കേവലം മനുഷ്യരുടെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ സസ്യജാലങ്ങളെയും എല്ലാ മൃഗങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ചിന്താഗതി തന്നെയാണ്. അതാണ് ഭാരതത്തിന്റെ പാരമ്പര്യം. ലോകത്തിന്റെ പുരോഗതിക്കും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് ഞാനും ഓരോ സ്ഥലത്തും സംസാരിക്കേണ്ടത് എന്ന ബോധ്യം എനിക്കുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ലോകത്തിന് പരസ്പര സഹകരണത്തോടുകൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാ രാജ്യങ്ങളും പരസ്പരം നല്ല ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുമുണ്ട്. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ഈ രീതിയിൽ എല്ലാവരെയും ഐക്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന ഇവിടെ ഉണ്ടായി. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചുള്ള റിഫോം ആ സംഘടനയ്ക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആ സംഘടനയ്ക്ക് ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തി ഇല്ലെന്ന് തന്നെ പറയാം. പ്രധാനമന്ത്രിജി, ഇന്നത്തെ ലോകത്ത് പല രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിൽ യുദ്ധങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ലോകത്തിലെ പല രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് ഒരു ടേബിളിലിരുത്തി ഒരു സമാധാന വാഹകനാകാൻ കഴിയുന്ന ഒരാളായി താങ്കൾ മാറിയിട്ടുണ്ട്. പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് രാജ്യങ്ങളോട് ഒരേ സമയം ചർച്ച ചെയ്യാനും സമാധാനം കൊണ്ടുവരാനും താങ്കൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ വരുന്നത് ഭഗവാൻ ബുദ്ധന്റെ ഭൂമിയിൽ നിന്നാണ്. എൻ്റെ ഭാരതം മഹാത്മാഗാന്ധിയുടെ നാടാണ്. അവരുടെ ജീവിതവും അവരുടെ എഴുത്തും അവരുടെ വാക്കുകളും എല്ലാം ലോക സമാധാനം ലക്ഷ്യമാക്കി മാത്രമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ സാംസ്കാരികപരമായും ചരിത്രപരമായും എൻ്റെ നാടിന് ആ മഹത്വമുണ്ട്. ഞങ്ങൾ ഭാരതം സമാധാനത്തിന് വേണ്ടി സംസാരിച്ചാൽ അത് കേൾക്കാൻ ലോകത്തിലെ ഏതൊരു രാജ്യവും തയ്യാറാകും. കാരണം ഞങ്ങൾക്ക് ആ പാരമ്പര്യമാണുള്ളത്. ഭാരതം ഒരു കാലത്തും യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടേയില്ല, സംഘർഷങ്ങൾക്ക് പിന്തുണ കൊടുത്തിട്ടുമില്ല. ഭാരതം മറ്റൊരു രാജ്യത്തോടും സംഘർഷം ആഗ്രഹിക്കുന്ന ഒരു നാടല്ല. രാജ്യത്തോടൊന്നല്ല, പ്രകൃതിയോട് പോലും സംഘർഷം ആഗ്രഹിക്കാത്ത ഒരു സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് റഷ്യയുമായും നല്ല ബന്ധമാണുള്ളത്, ഉക്രൈനുമായും നല്ല ബന്ധമാണുള്ളത്. ഞാൻ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ഒപ്പമിരുന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്നുകൊണ്ട് അദ്ദേഹത്തോട് ഇത് യുദ്ധത്തിൻ്റെ സമയമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഉക്രൈൻ്റെ സെലൻസ്കിയുടെ അടുത്ത് പോയി സൗഹൃദഭാവത്തിൽ ലോകത്തിൽ എത്ര രാജ്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായാലും സംഘർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല, സമാധാനമാണ് വേണ്ടത് എന്ന് പറയാനും അവരെ ബോധ്യപ്പെടുത്താനും ശ്രമിച്ചിട്ടുണ്ട്. യുദ്ധം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഉക്രൈനും റഷ്യയും രണ്ടുപേരുടെയും പ്രതിനിധികൾ ഒരു ടേബിളിൽ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുള്ളൂ എന്ന് ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഞാനിത് പറയുമ്പോൾ സെലൻസ്കിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് സെലൻസ്കിക്ക് അത്തരമൊരു ടേബിൾ ചർച്ചയിലേക്ക് വരേണ്ടി വന്നിട്ടുണ്ട്. സമാധാനം ഉണ്ടാകേണ്ടത് ലോകത്തിൻ്റെ തന്നെ ആവശ്യമാണ്. കാരണം അവർ തമ്മിൽ യുദ്ധം ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചത് എല്ലാ രാജ്യങ്ങളുമാണ്. ഗ്ലോബൽ സൗത്തിൽ രാജ്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത്. മിക്ക രാജ്യങ്ങളിലും ഭക്ഷണം, വളം, ഇന്ധനം ഇതിനെല്ലാം വില കൂടി. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കേണ്ടത് റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തണമെന്നാണ്. ഞാൻ റഷ്യയുടെയോ ഉക്രൈൻ്റെയോ പക്ഷമല്ല, ഞാൻ ന്യൂട്രലുമല്ല, ഞാൻ സമാധാനത്തിന്റെ പക്ഷത്താണ്. നോക്കൂ പ്രധാനമന്ത്രിജി, ലോകമെന്ന് ഭയത്തോടെ നോക്കിക്കാണുന്നത് ഇനിയും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുമോ എന്നാണ്. പല കാര്യങ്ങളിലും അമേരിക്കയും ചൈനയും തമ്മിൽ ഇപ്പോഴും തർക്കത്തിലാണ്. ഉക്രൈനും റഷ്യയും തമ്മിൽ പ്രശ്നം, ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നം, ഇസ്രയേലും പാലസ്തീനും മറ്റു രാജ്യങ്ങളുമായ പ്രശ്നം. ഇനിയും ഒരു ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് താങ്കൾ ചിന്തിക്കുന്നത്? നോക്കൂ, 2020 നമ്മൾ കണ്ട കോവിഡ് കാലഘട്ടമുണ്ടല്ലോ, ആ വൈറസ്
എല്ലാ രാജ്യങ്ങൾക്കും ഒരു കൃത്യമായ പാഠം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ തരത്തിൽ പുരോഗതി നേടിയ രാജ്യമാണെന്ന് പറഞ്ഞാലും, എത്ര സൈനികശക്തിയുള്ള രാജ്യമാണെന്ന് പറഞ്ഞാലും, എത്ര ശാസ്ത്ര പുരോഗതിയുള്ള രാജ്യമാണെന്ന് പറഞ്ഞാലും, അവരെല്ലാവരും തിരികെ മണ്ണിലേക്ക് എത്തിയ കാലമാണ് കോവിഡ് കാലഘട്ടം. ഞാൻ കരുതിയത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആ കാലഘട്ടത്തിലെ അനുഭവം കാരണമെങ്കിലും ചിലത് പഠിക്കുമെന്നാണ്. ഒരു പുതിയ ലോകക്രമത്തിലേക്ക് കോവിഡ് വൈറസെങ്കിലും നമ്മളെ കൊണ്ടെത്തിക്കുമെന്നാണ് ഞാൻ കരുതിയത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ലോകക്രമം ഉണ്ടായതുപോലെ കോവിഡിന് ശേഷവും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. നിർഭാഗ്യവശാൽ തിരിച്ചാണ് സംഭവിച്ചത്. സമാധാനത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നതിന് പകരം ഓരോ രാജ്യങ്ങളും അവരുടേതായ വഴിയിൽ ചുരുങ്ങി വിഘടിക്കുകയാണ് ഉണ്ടായത്. സ്വാർത്ഥതയിലേക്കും അനിശ്ചിതത്വത്തിലേക്കുമൊക്കെയാണ് പോയത്. യുദ്ധം അതിൻ്റെ ആക്കം കൂട്ടുകയും ചെയ്തു. ഇന്ന് മിക്കവാറും എല്ലാ മേഖലയിലും പല രാജ്യങ്ങളും തമ്മിൽ തർക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായി സംഘർഷവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം നോക്കേണ്ട ഐക്യരാഷ്ട്രസഭയാകട്ടെ ഒരു റിഫോംസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇന്നത്തെ കാലത്ത് ഒരു പ്രാധാന്യവും ഇല്ലാതായിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും അവരുടേതായ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പല നിയമങ്ങളും പല രാജ്യങ്ങളും പാലിക്കുന്നില്ല. എല്ലാ രാജ്യങ്ങളും ചെയ്യേണ്ടത് ഈ സംഘർഷത്തിൻ്റെ പാത ഉപേക്ഷിച്ച് സമന്വയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാത സ്വീകരിച്ച് ഐക്യപ്പെടുക എന്നുള്ളതാണ്. അതിർത്തി വലുതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് ഒരു രാജ്യത്തിനും ഒറ്റയ്ക്ക് നിലനിൽക്കാനേ ആവില്ല. എല്ലാ രാജ്യങ്ങളും പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായമില്ലാതെ ഒരു രാജ്യത്തിനും ഇന്നത്തെ കാലത്ത് നിലനിൽപ്പില്ല എന്നുള്ളതാണ് വസ്തുത. അത് മനസ്സിലാക്കി എല്ലാ രാജ്യങ്ങളും പ്രവർത്തിച്ചാൽ തന്നെ ഈ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയും. ഒരു രാജ്യത്തിനും ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. അവരെത്ര വലിയ ശക്തിയാണെന്ന് പറഞ്ഞാലും. നോക്കൂ, എല്ലാ ആഗോള മീറ്റിങ്ങുകളിലും ഞാൻ പോകുമ്പോൾ ഈ വിഷയങ്ങൾ എല്ലാവർക്കും മുമ്പിൽ വെക്കാറുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ സംഘർഷങ്ങളെല്ലാം അവസാനിച്ച് ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. മഹാത്മാഗാന്ധി ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ വ്യക്തിയാണ്. താങ്കൾ അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ഓർക്കുന്നത്? താങ്കൾക്കറിയാമല്ലോ, ഞാൻ ജനിച്ചത് ഗുജറാത്തിലാണ്. എൻ്റെ മാതൃഭാഷ ഗുജറാത്തിയാണ്. മഹാത്മാഗാന്ധി ജനിച്ചതും അതേ ഗുജറാത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷയും ഗുജറാത്തി തന്നെയാണ്. അദ്ദേഹം പഠിച്ച് ബാരിസ്റ്ററായി വിദേശത്ത് വളരെ ഉയർന്ന ജോലി ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് അവിടെ തന്നെ തുടരാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭാവമുണ്ടല്ലോ, അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച സംസ്കാരം. അദ്ദേഹത്തിന് വിദേശത്ത് ലഭിച്ച എല്ലാ അവസരങ്ങളും ഉപേക്ഷിച്ച് ഭാരതത്തിലെ ജനങ്ങൾക്ക് സേവ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം തിരികെ എത്തി. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നേതൃത്വം വഹിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതം മുന്നോട്ട് വെച്ച പ്രഭാവം ഇന്നും ഭാരതീയരിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ജനങ്ങളോട് എന്താണോ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പകർത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണം നോക്കിയാൽ ശുചിത്വം. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുക മാത്രമല്ല, അദ്ദേഹം സ്വയം എവിടെ പോയാലും അത് ചെയ്ത് കാണിക്കുകയും ചെയ്തിരുന്നു. ലോകത്തെവിടെ പോയാലും അദ്ദേഹം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം നോക്കൂ. ഭാരതത്തിൽ മുഗൾ രാജാക്കന്മാരാവട്ടെ, ഇംഗ്ലീഷുകാരാവട്ടെ, ഡച്ചുകാരാവട്ടെ, അങ്ങനെ പല വിദേശ ശക്തികളും ഭാരതത്തെ അടക്കി ഭരിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് നൂറുകണക്കിന് വർഷത്തെ ചരിത്രമുണ്ട്. ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമില്ലാതിരുന്ന ഒരു കാലഘട്ടവുമില്ല, ഒരു ഭൂപ്രദേശവുമില്ല. എല്ലായിടത്തും വിദേശ ശക്തികൾക്കെതിരെ എല്ലാ കാലത്തും വിപ്ലവം നടന്നുകൊണ്ടേയിരുന്നിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തൻ്റെ ജീവിതവും ജീവനും ബലി കഴിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നത്, പീഡകൾ അനുഭവിച്ചത്. മഹാത്മാഗാന്ധിയും അതേ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി തന്നെയാണ് പോരാടിയത്. പക്ഷേ വ്യത്യാസം എന്തായിരുന്നു? ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരവധി ആളുകൾ, വീരപുരുഷന്മാർ, നിരവധി സാധാരണക്കാർ, നേതാക്കൾ ഒക്കെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലികഴിക്കുകയാണ് ചെയ്തത്. മഹാത്മാഗാന്ധിക്ക് മാത്രമാണ് ആ സ്വാതന്ത്ര്യ സമരം വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്
ഗാന്ധിജി നടത്തിയത് ജനകീയ വിപ്ലവമായിരുന്നു. സാധാരണക്കാരെ പോലും അദ്ദേഹം സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളാക്കി മാറ്റി. തെരുവ് വൃത്തിയാക്കുന്നവരാവട്ടെ, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാകട്ടെ, കക്കയിൽ നൂൽ നൂൽക്കുന്നവരാവട്ടെ, ഖാദിയിൽ ജോലി ചെയ്യുന്നവരാവട്ടെ, അങ്ങനെ ഭാരതത്തിൽ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന എല്ലാവരോടും ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയാണെന്ന്. മഹാത്മാഗാന്ധിയുടെ ഈ ഒരു രീതി കാരണം ഭാരതത്തിലെ ഓരോ വ്യക്തിയും സ്വയം കരുതി ഞങ്ങളെല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന സൈനികരാണെന്ന്. ആ ഒരു ചിന്താഗതി എല്ലാ സാധാരണ ജനങ്ങളിലും എത്തിക്കാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞു. അത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാക്കാനുമായില്ല. ബ്രിട്ടീഷുകാർ ഒരിക്കലും മനസ്സിൽ പോലും കരുതിയിരുന്നില്ല ഒരു നുള്ളു ഉപ്പ് കൊണ്ട്, ദണ്ഡിയാത്ര കൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വലിയ ജനകീയ വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യം. മഹാത്മാഗാന്ധി അത് ചെയ്തു കാണിച്ചു. അദ്ദേഹത്തിന്റെ ശൈലി, സംഭാഷണം, അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം, രീതികൾ, ജനങ്ങളോടുള്ള ഇടപെടൽ എല്ലാം തന്നെ ഒരു വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. ഞാൻ മഹാത്മാഗാന്ധിയെക്കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ബക്കിംഗ്ഹാം പാലസിൽ കിങ് ജോർജിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ വേഷവിധാനം അറിയാമല്ലോ. അദ്ദേഹം സാധാരണ ഉപയോഗിക്കുന്ന ആ ധോത്തിയും ആ പുതപ്പുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. ഈ വേഷത്തിലാണോ താങ്കൾ കിങ് ജോർജിനെ കാണാൻ പോകുന്നത് എന്ന് പലരും ചോദിച്ചു. മഹാത്മാഗാന്ധി അവരോട് തിരിച്ചു ചോദിച്ചത് ഇങ്ങനെയാണ്: ഞാൻ വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ധരിക്കാനുള്ള വസ്ത്രം നിങ്ങളുടെ രാജാവ് ധരിച്ചിട്ടുണ്ടല്ലോ, അതുപോരെ എന്നാണ്. തമാശ രൂപത്തിലാണെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളത് അവിടെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോരുന്നത്. അതാണ് ഗാന്ധിജിയുടെ പ്രത്യേകത. മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയാനാണെങ്കിൽ നിരവധി അനുഭവങ്ങളുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൽ തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ജനങ്ങളെ ഒത്തൊരുമയോടുകൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പോരാടാൻ കാണിച്ച ഒരു മനസ്ഥിതിയാണ്. ഇപ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിലും ഞാൻ ഭാരതത്തിൽ എന്ത് പദ്ധതികൾ കൊണ്ടുവന്നാലും പരമാവധി ആളുകളെ അതിൻ്റെ ഭാഗമാക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളെ കൂടെ ചേർത്തുകൊണ്ടും കൂട്ടിച്ചേർത്തുകൊണ്ടും മാത്രമേ ഏതൊരു പദ്ധതിയും നമുക്ക് വിജയിപ്പിക്കാനാകൂ. ജനങ്ങളുടെ സഹകരണത്തോടുകൂടി മാത്രമേ രാജ്യത്തിന് മുമ്പോട്ട് പോകാനാവുകയുള്ളൂ. സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനുമൊക്കെ എത്രയോ വലുതാണ്.